ഹലോ ഗേസ്, മഞ്ഞിറങ്ങി വരുന്നു ഗേസ് കേട്ടോ. ഞങ്ങൾക്കിനി മണ്ടക്കോട്ട് കയറണം. മഞ്ഞിറങ്ങി താഴോട്ട് വരുന്നുണ്ടോ ചിക്കൂട്ടാ? ജെയ്സൺ എടാ മഴ പെയ്യുന്നതാടാ ഇത്, അല്ല മഞ്ഞ് പൊഴിയുന്നല്ലടാ. മോ മണ്ട കീഴിയത് അതുകൊണ്ടോ അവനത് പറഞ്ഞോളൂ. മഞ്ഞൂടെ പോയി നാശം പിടിച്ചു. ഇവന് ഏറ്റവും വലിയ പ്രശ്നം ഇവന്. ആന്നടാ അവിടെ കഞ്ചാ വിട്ട് പോയിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ എടുക്കാ ജയ്സ, അത് മാത്രം മതിയോ? എന്താ പരിപാടി? അതാ ഞാൻ ചോദിച്ചോ. കോട്ടും എടുത്തില്ല, കുന്തവും എടുത്തില്ല. ശ്രീകുട്ടൻ എന്ത് ചെയ്യും? ശ്രീകുട്ടാ വാടാ. കൊച്ചു മൂടി വരുന്നത് കണ്ടോ? നല്ല മഴയാ. മേലോട്ട് കയറി ഇന്ന് കാലം കഴിയും പറയും. തിരിച്ചെല്ലും എൻ്റെ ഫോണിൽ വെള്ളം കയറിയില്ല എന്ന് എനിക്കറിഞ്ഞൂടാ. അല്ല കേട്ടോ, കണ്ണൻ്റെ നിപ്പൊക്കെ കണ്ട കണ്ണൻ ആ മുഖം നനയായിരിക്കും. യൂട്യൂബറല്ലേ ചേട്ടാ? ഓ 50 രൂപ കൊടുത്തിട്ട് പോ. 50 രൂപ. എൻ്റെ പൊന്ന് കേസ്, ഇവന്മാർ കാരണം ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. എവിടെ കണ്ടാലും ഇവന്മാർക്ക് ഫോട്ടോ എടുക്കണം. ഫോട്ടോ 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 ഫോട്ടോ. നിങ്ങളൊക്കെ തലയ്ക്ക് മേളിൽ കയറിയിരിക്കുവാണ്. ഞാൻ ഈ ക്യാമറ കൊണ്ടൊന്നും നിങ്ങളുടെ തലയില്ല. ഇവന്മാർക്ക് ഫോട്ടോ എടുത്തെടുത്ത് മതിയാവുന്നില്ല. കൊതി തീരുന്നില്ലെന്ന് ഫോട്ടോ എടുത്തിട്ട്. ഇത് ചെയ്യാനാന്ന് പറയാം. അങ്ങനെ രാജി വെച്ച് കോട്ട് ഊരുകയാണ്. മഴ തുടങ്ങി. ഉമ്മാതാ അതിനെ കാണത്തില്ലെന്ന്. കോട്ട് ഇട്ടേക്കുന്നുണ്ട് കാണത്തില്ലെന്ന്. ഇവിടെ ഒരുത്തൻ പിന്നെ കോട്ടിൻ്റെ അകത്തം കയറിയിരിക്കുക. ആ ഫുൾ കോട്ടില്ല. മഞ്ഞ ഏതാ അവനെ തിരിച്ചറിയത്തില്ല. ആ അവസ്ഥയില്ല. ആ ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട്, അവനെ അറിയാം. ഇല്ലെങ്കിൽ അതും പണി പാളിയെന്ന്. മഞ്ഞത്ത് കാണാൻ താഴെ പോയിട്ട് നമ്മൾ വീട്ടിൽ പോകും. മഞ്ഞ് വരുമ്പോൾ ചെറിയ ബസ്സൊക്കെ കയറി വന്നോളും. ആരും ഇന്ന് മോളിൽ വിളിച്ചോളൂ. അത് തന്നെ. എവിടെ നിന്നാണ് നമ്മൾ വന്നേ? അയ്യോമേ, കൊണ്ടുവന്ന് കുട്ടിക്കണ്ടന്മാരെ കണ്ടിട്ട് നീ ഏതാ? ആണോ? എനിക്കത് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അത് ചോദിക്കത്തേ ഉള്ളൂ. ഓ ഉണ്ട് വീണനെ ഇപ്പം. നിങ്ങൾ എവിടെ പോയെന്നറിയണം. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അതാ പറയാം. നേരത്തെ എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഏതാ ശ്രീകുട്ട മൈക്ക് എടുത്തും കണക്ട്. ഓ ഇതില്ലേ സിനിമയ്ക്കകത്ത് കാണുന്ന സ്ഥലം? ഈ ബാത്റൂമിൽ ഫോട്ടോ ഇവിടെ എത്ര ടിക്കറ്റ്? 50 രൂപ ഇല്ലാതെ വേറെ പണിയില്ല. വീഡിയോ എടുക്കണേ 100 രൂപ. ആണോ? താടാ. പക്ഷെ നേരത്തെ കയറി വന്നാൽ ഇതിനകത്ത് കയറി നിന്നാൽ മതി. നനയത്തില്ല. വീഡിയോ എടുക്കുന്നത് 100 രൂപ. വീഡിയോ എടുക്കുന്നത് 100 രൂപ. വാ അങ്ങോട്ട് പോയി നോക്കാം എന്താ ഉള്ളത്. ഇനി കാലെല്ലാം കെട്ടിട്ടെടുക്കുന്ന കൊണ്ടുപോകാൻ. എനിക്കിവിടെ പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും പണിയുണ്ട്. ആ കണ്ണന് പണിയുണ്ട്. പെയിന്റിങ് ഉണ്ട്. കണ്ണ ടെൻഡർ എടുക്കണേ. മുട്ടയിടണം കേട്ടോ. മൊത്തം മുട്ടയിട്ട് മേളിൽ ഏസിയൊക്കെ ഫിറ്റ് ചെയ്യണം. എന്നാണ് ഇവിടെ ചെയ്യണം. ഇത് മറ്റേ കമ്പനിയുടെ
ആഞ്ഞൊരു പബ്ലിസിറ്റി. അറിയാൻ പറ്റി വെച്ചിരുന്ന ഫാന കാറ്റടിച്ച താഴെ ഇനി എങ്ങനെ ദിശ അറിയും? നീ വേണം ഇവിടെ കിടന്നോടാ, കുഴപ്പമില്ല. കണ്ണും 10 ദിവസം കൊണ്ട് ഇവിടെ തൂത്തുവാരി വൃത്തിയാക്കി ആൾക്കാരെ ജാഗ്രതയും കൊടുത്ത്. ഇവിടെ വലിയൊരു കളമാണ്. നല്ല മഞ്ഞുണ്ട്. ടിക്കറ്റ് വെച്ചാണോ? അതാണ് ഈ രക്ഷപ്പെടാത്ത. ആൾക്കാരെ എങ്ങനെ പറ്റിക്കാം എന്ന് വിചാരിക്കുന്നതാണ് ഇവൻ. ഇവന്റെ ആകെ പാടെയുള്ള വിചാരം ആൾക്കാരെ വീട്ടുകാരെ എങ്ങനെ പറ്റിക്കാന്ന്. ഇത്രയും കണ്ടാ പോരാ, അവന് കാണാനൊന്നും ഇല്ലെന്ന്. ക്യാമറ കാണാനൊന്നും ഇല്ലെന്ന്. ഫുള്ള് മഞ്ഞ് നിറഞ്ഞിരിക്കും. ഇവൻ എപ്പോ വന്നാലും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് എന്താന്നാണ്? ഇതൊക്കെ വേറൊന്നും കാണിക്കാനും പറയാനൊന്നും ഇല്ല. ഇവന്റെ വോയിസ് ചെയ്യുന്നതില്ല. സൗണ്ട് ഇല്ലാത്ത ഊമയാ അങ്ങനല്ല. ചായക്കടയുടെ വീഡിയോ എടുക്കണേ. എന്താണ് ഇടത്തോട്ടൊരു വഴി? വാ താഴോട്ടിറങ്ങാം, വാ അങ്ങോട്ട് അങ്ങോട്ട്. കൂട്ടാ ഒറ്റ മിനിറ്റ് കണ്ണ കേറണം, ഇറങ്ങണം, ഓർത്തണം. ഇറങ്ങുന്നൊക്കെ കേറണമെന്ന് ഓർത്തണം. ഒരു കാര്യമല്ല ഇവനൊന്നും ഒരു ഇവന്റെ വയറ്റിൽ കൊക്കാപ്പുഴുണ്ട്. രാവിലെ ഇറങ്ങി പോലും വിശക്കുന്നു കേട്ടോടാ. അമ്മന്റെ വീട്ടില് 1 കിലോ റേഷനരി രാവിലെ അങ്ങ് മണ്ണ് കഴിക്കാൻ വേണ്ടി കൊക്കപ്പുഴുവിന്റെ അസുഖങ്ങളുണ്ട്. വേറെ ഉള്ളു ഇവിടെ വരെ ഉള്ളു കേസ്. അല്ല കേസ് താഴോട്ടുണ്ട് കേസ്. നമുക്ക് താഴോട്ട് പോവാം. ഇതിലേ ചെന്ന് താഴെ റോഡിൽ ചെന്ന് മുട്ടുമെന്ന് തോന്നുന്നു. കൈക്ക് പ്രശ്നമുണ്ടോ? സീരിയസ്ലി നിന്റോട്ട് രാവിലെ ഇറങ്ങി ചുമ്മാ ഇരിക്കുമല്ലോ. നമ്മുടെ ക്യാമറമാൻ വേറൊരാടെ ഫോട്ടോ എടുത്തെടുക്കുന്നോ? ചിരിച്ചേ. എല്ലാവർക്കും ഇല്ലാത്തതോ ചിരി? കണ്ടിരിക്കുന്നു ചുമ്മാ ഇരിക്കുമോ മരക്കഷ്ണം പോലെ. അയ്യോ എന്തുവാ ഇച്ചിരൂടെ അല്ല വിവറേജിലോട്ടോ പോയെങ്കിൽ ഇപ്പം കാണാൻ അതാ പറഞ്ഞ്. വിവറേജിലോട്ടല്ല പോയെങ്കിൽ കണ്ണിപ്പം സന്തോഷം. കണ്ണൻ്റെ മോന്ത അപ്പം ചിരിയൊക്കെ ഇപ്പം തന്നെ വന്നേന്. ജെയ്സിന് പിന്നെ ജന്മനാല ഇങ്ങനെ തോന്നുന്നു. ചിരിയില്ല, വോയിസും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ അങ്ങനെ ഇവന് പിന്നെ പെണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് തപസ്സിരുന്നാലും കുഴപ്പമില്ല. എനിക്ക് വീട്ടിൽ പോകാനുള്ള മടി കൊണ്ടാണ്. ഇവൻ വീട്ടിൽ ചെന്നില്ലെന്നുണ്ട് അവൻ്റെ പെണ്ണുമ്പോഴോ വന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഇടിക്കും. പിന്നെ ഇവനും പെണ്ണില്ല, പകുതി വെയില്. പിന്നെ ഈ പറയാൻ എനിക്കും പെണ്ണില്ല. പോയി പെണ്ണ് കേട്ട് 10-40 വയസ്സായില്ലേ? പോ കെട്ട്. അത് 30 വയസ്സായുള്ളൂ. എനിക്ക് 40 ആയില്ല. പറയുമ്പോൾ 10 വയസ്സ് കയറ്റി പറഞ്ഞു, അല്ല 2 വയസ്സല്ലേ പറയുന്നത്. എന്നിട്ട് അമ്മച്ചിമാരെ ഞാൻ കെട്ടാനോ? പോളാ ആൻറ്റി ലവേഴ്സ് നല്ലതാണ്. എനിക്ക് ആൻറ്റിയെ കെട്ടണ്ട. അയ്യോ ഇവിടെ ചൂടെടുക്കുന്നുണ്ട്, നമുക്ക് തിരിച്ചു കയറിയാലോ. നമുക്ക് താഴോട്ട് പോകുന്നു. ഇവിടെ വന്നിട്ട് തീ പോലെ ചൂടടിക്കുന്നു. ഇത്ര മഞ്ഞിൻ്റെ ഇത്രയും ചൂടോ? അത് തന്നെ ഇറങ്ങി അങ്ങ് കുഴിയിലും കണ്ടു തോന്നുന്നു. ഇനി മറ്റേ നമ്മൾ കണ്ട കുളത്തിൽ ചെല്ലും ഇച്ചോടെ കഴിയുമ്പോൾ. ഇടക്കിടക്ക് വീണ് കാലെല്ലാം പോയി നോക്കാം. അതെങ്ങനെ? അവന് ബുള്ളറ്റ് വേണം. ബുള്ളറ്റ് ഉണ്ടെങ്കിൽ അവന് പറ്റത്തുള്ളൂ. ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ കൈ നിൽക്കാത്ത റേറ്റും ജീവിതത്തില്ലാത്ത റേറ്റ്. അല്ല ഗേസ്, ആരുടെയും ബുള്ളറ്റ് കുറഞ്ഞ റേറ്റിന് കൊടുക്കാണ്ട പറയണേ. നമ്മുടെ ജെയ്സൺ എടുക്കാൻ വേണ്ടി എക്സ്പ്ലസ് ഉണ്ടെങ്കിൽ അതും ഏതേലും ഉണ്ടെങ്കിൽ പറ. നല്ല ചെറുക്കൻ വണ്ടി ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറി പോവാണ് ഗേസ്. ഇവിടെ എവിടെ വെച്ചായിരുന്നു മറ്റേ സിനിമയ്ക്കകത്ത് മറ്റേ പിള്ളേരെ കുടിക്കുന്നു? ഏതാ മറ്റേ പിള്ളേരെ കുടിക്കും? അതൊക്കെ പോയി നോക്കാം. ബാ ഇല്ലേ അതൊരു മേരി. ഈ സാധനം കിട്ടി. എന്തോടാ? എന്തോ കഞ്ചാവില്ലേ? നിങ്ങൾക്ക് മാത്രം ഓർമ്മയുള്ളത്. ഓ കളപ്പുല്ലി ഇത് മറ്റോ കാളപ്പുല്ലി അല്ല, ഉരുളക്കിഴങ്ങ് അവിടെ ഉള്ളത്. കാണൂ ഇവിടെ മഞ്ഞ് പറന്നു പോകുന്നുണ്ട്. മഞ്ഞ്
ഇപ്പം എൻ്റെ കാലം ചുരുക്കും ചോട്ടിക്കൂടെ പോയാ അതിൻ്റെ അടി കൂടെ ബാക്കി പറയാനില്ല. സത്യമായിട്ടും ഇവൻ്റെ കാലത്ത് ആൾക്കാരെ കാണാൻ പഠിച്ചില്ലടാ. ഞാൻ ഈ സാധനം തപ്പിക്കൊണ്ട് നടന്നു ഇത്ര നേരം. എന്തോ എൻ്റെ കാളപ്പള്ളി ആണോ? എനിക്ക് ആദ്യം ഇതാന്ന് പറ അതല്ലേ ഇതാ